ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങൾ പങ്കാളികളല്ല. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായി ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ ഏറ്റവും അധികം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിയുമ്പോൾ ഗൾഫിലുള്ള പ്രവാസികളിൽ പലരും എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷേ ഒരു കാരണവശാലും ഈ ഘട്ടത്തിൽ അത്തരമൊരു തീരുമാനം എടുക്കരുതെന്നാണ് പ്രവാസികളോട് പറയാനുള്ളത്. പ്രവാസികൾക്ക് ആശങ്ക വേണ്ട എന്ന് നമുക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാൻ സാധിക്കില്ല. പാനിക്കിൻ്റെ ആവശ്യമില്ല, വെപ്രാളപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തീർച്ചയായും ചില സെക്ടറുകളിൽ ഒരു സ്ലോ ഡൗൺ തീർച്ചയായും സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ടൂറിസം സെക്ടറുകളിൽ ധാരാളം മലയാളികളും ഇന്ത്യക്കാരും ജോലി ചെയ്യുന്നതാണ് ടൂറിസം ഇൻഡസ്ട്രി. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, കൺസ്ട്രക്ഷൻ മേഖലയിൽ, എയർലൈൻ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം പല ആളുകൾക്കും ഇപ്പോൾ ഒരു ടെമ്പററി ആയിട്ടാണെങ്കിലും ജോലി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഒരു നിർബന്ധിത ലീവിൽ പോകേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 15 ദിവസം മാത്രം ജോലി ചെയ്ത് 15 ദിവസത്തിൻ്റെ ശമ്പളം കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ പ്രവാസികൾക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് ചിലവുകൾ കുറയ്ക്കുക, ചാടി വെപ്രാളപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാതെ എങ്ങനെയാണ് ഇപ്പോൾ നാളെ വരുന്ന ഡെവലപ്മെൻറ്റുകൾ എന്ന് വളരെ സസൂക്ഷ്മം നോക്കി കാണുക. ഇപ്പോൾ ഉള്ള ജോലിയിൽ ചില അസ്ഥിരതയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഈ ഒരു യുദ്ധത്തിൻ്റെ ഡയറക്ഷനിൽ ചെറിയൊരു മാറ്റം വന്നാൽ വീണ്ടും തിരിച്ച് നോർമലായിട്ടുള്ള പഴയ പോലത്തെ അവസ്ഥയിലേക്ക് മാറുവാനും അധികം സമയം ആവശ്യമില്ല എന്നൊരു ശുഭപ്രതീക്ഷയും നമുക്ക് വെക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക. ആശങ്കയുടെ കാലത്ത് കരുതലോടെ ജീവിക്കുക. യുദ്ധസമാനമായ സാഹചര്യത്തിൽ കഴിയുമ്പോൾ കൂടുതൽ ജാഗ്രത വേണം. സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങാൻ മത്സരിച്ചതുപോലെ നിലവിലെ സാഹചര്യത്തിൽ അതിതീവ്രമായ ആശങ്കയുടെ ആവശ്യമില്ല. ചെറിയ പെരുന്നാൾ സന്ദേശത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞ വാക്കുകളുണ്ട്. UAEയെ സ്വന്തം രാജ്യമായി കാണുന്ന ഓരോ മനുഷ്യനും ഞങ്ങളുടെ കുടുംബാംഗമാണ്. അതിൽ സ്വദേശിയെന്നോ പ്രവാസിയെന്നോ വകഭേദമില്ല. ഗൾഫിലെ ഭരണാധികാരികൾ മലയാളികൾ അടക്കമുള്ളവരോട് കാട്ടുന്ന കരുതൽ തന്നെയാണ് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നത്. GCC രാജ്യങ്ങളൊക്കെ നമ്മളോട് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും അതുപോലെ അടുപ്പത്തോടും കൂടിയാണ് പെരുമാറുന്നത്. അതാണ് പ്രസിഡന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ജീവിക്കുന്നവർ മുഴുവൻ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ്. അവർക്കൊന്നൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതുതന്നെയാണ് പ്രസിഡന്റ് പറയുന്നത്. കുവൈറ്റ് ഇറാഖ് യുദ്ധത്തിന് ശേഷം ഗൾഫ് രാജ്യങ്ങൾ ഇത്തരമൊരു സാഹചര്യം നേരിടുന്നത് ആദ്യമാണ്. ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളുമാണ് 6 GCC രാജ്യങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നേരിട്ടത്. വിമാനത്താവളങ്ങളും എണ്ണ സ്രോതസ്സുകളും ഇറാൻ ലക്ഷ്യം വെച്ചു. സാധാരണക്കാരുടെ ജീവനെടുത്തു. എന്നിട്ടും സൗദി അറേബ്യയോ UAEയോ കുവൈറ്റോ ഖത്തറോ ബഹ്റൈനോ ഒമാനോ ഒന്നും തിരിച്ചടിച്ചില്ല. അതിനുള്ള കരുത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഭരണകർത്താക്കൾക്ക് വിവേകമുണ്ട്. സമ്പദ്ഘടനയും തലമുറകളും തകർന്നു പോകരുത് എന്ന ആഗ്രഹമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും ഒരു വളരെ ക്ഷമയോടെ തന്നെ ഞങ്ങളൊരു ഡിഫെൻസീവ് പോസ്റ്ററിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ, ഒരു ഒഫെൻസീവായി മാറുന്നില്ല എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം ഗൾഫ് രാജ്യങ്ങൾ ഏറ്റവും വിലമതിക്കുന്നത് ഇവിടുത്തെ സ്റ്റെബിലിറ്റി തന്നെയാണ്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE ഒക്കെ കെട്ടിപ്പടുത്തിട്ടുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവർണൻസും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇക്കോണമിയൊക്കെയാണ് ഈ ലോകത്തെ മുഴുവനും ഈ ഒരു രാജ്യത്തേക്ക്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ബിസിനസ്സിനും ടൂറിസത്തിനുമായി ഒക്കെ എല്ലാം ആകർഷിക്കുന്നത്. അപ്പോൾ ഇവർ ഇപ്പോൾ എടുക്കുന്ന, ചില ആളുകൾ ചോദിക്കും, ഇത്രയും ക്ഷമ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഒരു വീക്ക്നെസ് ആയിട്ടല്ല നാം കാണേണ്ടത്. വളരെ കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയം തന്നെയാണ്. ഒരു ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ UAE തുടങ്ങിയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ അവരുടെ ആ ഒരു ഇക്കണോമിക് സ്റ്റെബിലിറ്റിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജിനെയാണ് ബാധിക്കുക. നമുക്ക് പറയാം, ഈ ഗൾഫ് കൺട്രീസിന് നഷ്ടപ്പെടാൻ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയൊരു റിസ്ക് എടുക്കുന്നത്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒഴുകിപ്പോകും, റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, ഇതിനെയെല്ലാം ബാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷൻ എടുത്ത് ഞങ്ങൾ ഈ യുദ്ധത്തിൽ മുന്നോട്ട് ഇറങ്ങുന്നില്ല, ഡിഫെൻസീവ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത്.
രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളുടെ സുരക്ഷയ്ക്കൊപ്പം മനുഷ്യജീവൻ രക്ഷിക്കാൻ എല്ലാ ഗൾഫ് രാജ്യങ്ങളും പ്രഥമ പരിഗണനയാണ് നൽകിയത്. UAE-യിൽ മിസൈൽ, ഡ്രോൺ ആക്രമണ സാധ്യതകളുണ്ടായാൽ രാജ്യത്തെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകളിൽ അലാം മുഴങ്ങും, ജാഗ്രതാ നിർദ്ദേശമെത്തും. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു റീജിയൻ എന്ന് അറിയപ്പെടുന്നതും അതുപോലെ ഇവിടെ താമസിക്കുന്ന ലക്ഷക്കണക്കിനുള്ള പ്രവാസികളെല്ലാം തന്നെ ആ ഒരു സേഫ്റ്റിയുടെയും സെക്യൂരിറ്റിയുടെയൊക്കെ എല്ലാവിധ അതിൻ്റെ മെച്ചങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരു സമൂഹമാണല്ലോ പ്രത്യേകിച്ച് മലയാളികൾ. നമുക്ക് പലപ്പോഴും ഈ ജോലി സംബന്ധമായിട്ടും വിസ സംബന്ധമായിട്ടുള്ളൊക്കെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറയാറുണ്ടെങ്കിലും ഒരിക്കലും ഇതുപോലെ ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ അല്ലെങ്കിൽ ഇതുപോലെ ഒരു യുദ്ധം കടന്നു വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മുടെ മനസ്സിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പം അത് തന്നെയാണ് വരുത്തിയിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം. UAE-യും കുവൈറ്റുമാണ് ഇറാന്റെ ആക്രമണങ്ങൾ ഏറ്റവും അധികം ഏറ്റുവാങ്ങേണ്ടി വന്ന ഗൾഫ് രാജ്യങ്ങൾ. സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങളെയും ഒഴിവാക്കിയില്ല. താരതമ്യേന ആക്രമണങ്ങൾ കുറഞ്ഞ ഒമാനിലുമുണ്ടായി ആൾനാശം. ആണവശേഖരം നശിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ ആക്രമണം തുടങ്ങിയത്. പക്ഷേ ഹോർമൂസ് കടലിടുക്കായി പിന്നീട് തർക്കത്തിന്റെ പ്രധാന കേന്ദ്രം. ഇന്ത്യയും ചൈനയും അടക്കമുള്ള തെക്കു കിഴക്കൻ രാജ്യങ്ങളിലേക്ക് ഗൾഫിൽ നിന്നും പെട്രോളും ഡീസലും പാചകവാതകവും എത്തുന്ന തന്ത്രപ്രധാന ഇടനാഴിയാണ് ഹോർമൂസ് കടലിടുക്ക്. ഈ യുദ്ധത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദു, ഒരു നെർവ് സെന്ററായി നിൽക്കുന്നത് ഇപ്പോഴും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തന്നെയാണല്ലോ. പൂർണ്ണമായും ഇറാനിന്റെ കൺട്രോളിൽ ഇപ്പോഴും നിൽക്കുന്നു. ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഇത്രയും ഒരു പ്രധാനപ്പെട്ടതാവാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്ട് 1/5 ഈ ലോകത്തിലെ എണ്ണയുടെ ഒരു സപ്ലൈ വരുന്നത് ഈ ഒരു ഷിപ്പിംഗ് പാസേജിൽ കൂടെയാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ കൺട്രോൾ ചെയ്ത് ഷിപ്പുകളെ കടത്തിവിടാത്തത് കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഈ ഓയിൽ എക്സ്പോർട്ടുകൾ അവർ നടത്തുന്നത് ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു മട്ടിലാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അടയ്ക്കുന്നത്. നമുക്ക് മറ്റു വഴികളുണ്ട്. ഇപ്പോൾ ഫുജൈറയിലുള്ള നമുക്ക് ഉള്ള പൈപ്പ് ലൈൻ കണക്ട് ചെയ്തുള്ള ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ടുണ്ട്. സൗദിയിലെ ദമാമിൽ നിന്നും ഷാർജയിലേക്കും അവിടെ നിന്ന് ഗോർഫുഖാൻ തുറമുഖത്തേക്കുമൊക്കെ ബദൽ പാത ആലോചിക്കുന്നുണ്ടെങ്കിലും ഇന്ധന നീക്കത്തിന് ഹോർമൂസിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം വേണമെന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ ആവശ്യം. ഇങ്ങനെ സംഭവിച്ചാൽ ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും ഇതുവഴിയുള്ള കടൽപാത ഇറാൻ അടച്ചുപൂട്ടിയേക്കും. ആയിരക്കണക്കിന് ചരക്കു കപ്പലുകളാണ് ഹോർമൂസിന്റെ കടൽപ്പരപ്പിൽ ഇപ്പോൾ അനുമതി കാത്ത് കഴിയുന്നത്. ഗൾഫിലെ 6 രാജ്യങ്ങളുമായും ഇറാനും ഇസ്രായേലും അമേരിക്കയുമായും മുൻപുണ്ടായിരുന്നതിനേക്കാൾ അടുത്ത ബന്ധമുണ്ട് ഇന്ന് ഇന്ത്യക്ക്. പക്ഷേ ആരെയും പിണക്കാനോ ആരോടെങ്കിലും കൂടുതൽ സൗഹൃദം കാട്ടാനോ ഇന്ത്യ തയ്യാറല്ല. ആവശ്യമെങ്കിൽ അത്തരമൊരു സമാധാന ചർച്ചയ്ക്ക്, മാധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇന്ത്യക്ക് സ്വാധീനമുണ്ടെന്ന് ചുരുക്കം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്കുള്ള സ്വീകാര്യതയും ഇത്തരം നീക്കങ്ങൾക്ക് കരുത്താകും. ഇറാനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ചരിത്രപരമായിട്ട് തന്നെ 2018-19 മാത്രമാണ് അമേരിക്കയുടെയും വിദേശ രാജ്യങ്ങളുടെയും വലിയ തോതിലുള്ള സാങ്ഷൻസ് കടുപ്പിച്ചതിന് ശേഷം, സാമ്പത്തിക ഉപരോധം വന്നതിന് ശേഷം നാം അവിടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് ഇന്ത്യ നിർത്തിയത്. അതുപോലെ തന്നെ ഇസ്രയേലുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ് ഇന്ത്യക്ക്. അപ്പോൾ അതുപോലെ അമേരിക്കയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യുന്ന ഇന്ത്യ ഒരു പക്ഷവും ചേരാതെ, പക്ഷേ ഈ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ നിർത്തണം എന്ന ഒരു മെസ്സേജിംഗ് ആണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യക്ക് ഇതിനകത്തൊരു ഇന്റർമീഡിയറി ആയി അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചകൾക്ക് ഇന്ത്യക്ക് തീർച്ചയായും ഇതിൽ ഇപ്പോൾ നമ്മൾ വഹിക്കുന്നതിനേക്കാളും നല്ലൊരു പങ്ക് വഹിക്കാൻ സാധിക്കേണ്ടതാണ്. ഗൾഫിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ്. UAE-യിൽ മാത്രം 40 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. ഇതിൽ പകുതിയും മലയാളികളും. സൗദി അറേബ്യയിൽ 30 ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ളതിൽ ഭൂരിഭാഗവും മലയാളികളാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം ശക്തമായാൽ നമ്മുടെ നാട്ടിലെ അടുക്കള പോലും പുകയാതെയാകും. പക്ഷേ ഇങ്ങനെയൊരു കൊടിയ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ജോലി ഉപേക്ഷിക്കുന്നത് ബുദ്ധിശൂന്യതയാകും. ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ പോയാൽ നാട്ടിലെ ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതരിൽ ഒരാളായി നമ്മളും മാറും. സമാധാനത്തോടെ കാത്തിരിക്കുക. ഈ സമയവും കടന്നുപോകും.